We are coming from the East India Company and I want to remove this cross. ഈ ഹിന്ദി ഒന്നും പഠിച്ച് ഞങ്ങളെ വിരട്ടണ്ട. You have to allow us to enter into the forest. അതൊന്നും സാധിക്കില്ല. കളഞ്ഞിട്ട് വാടാ. Then I will call my boss. പിന്നെ വിരട്ടാതെ. I will call my boss. ഓഹോ. Boss. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? But why? Full many a gem of purest serene lay underneath the unfathomed ocean unblossomed. But why? But why? അവിടെ നില്ല അങ്ങനെ അങ്ങ് പോയാലോ? ദൈവം തമ്പുരാൻ വന്നാലും പെർമിഷൻ ഉണ്ടെങ്കിലേ യമൻ പൊങ്ങൂ. Permission? വേണം. You want permission? ആ. പെർമിഷൻ എടുത്ത് കാണിച്ചില്ലേടേ? യവന്മാര് സമ്മതിക്കണ്ടേ? അപ്പോ രണ്ട് കൊച്ചു കള്ളന്മാർക്കും മലയാളം അറിയാം. മലയാളം അറിയാം, ഇംഗ്ലീഷും അറിയാം. എന്റെ ഫാദർ നെയ്യാറ്റിങ്കര, മദർ ചെക്കോസ്ലോവക്യ. ഇവന്റെ മദർ ചെക്കോസ്ലോവക്യ, ഫാദർ നെയ്യാറ്റിങ്കര. അല്ലല്ല, ഫാദർ ചെക്കോസ്ലോവക്യ, മദർ നെയ്യാറ്റിങ്കര. അത് തന്നെ ഞാൻ പറഞ്ഞു. എന്റെ മദർ ചെക്കോസ്ലോവക്യ, നിന്റെ ഫാദർ നെയ്യാറ്റിങ്കര. എന്റെ ഫാദറും നിന്റെ മദറും ചെക്കോസ്ലോവക്യ. അത് തന്നെ ഞാൻ പറഞ്ഞു. ചുരുക്കം പറഞ്ഞ രണ്ടെണ്ണവും ക്രോസ്. ഞാൻ വിചാരിച്ചു ഇവൻ ആദ്യം പെർമിഷൻ എടുത്ത് കാണിച്ചാണെന്ന്. അതല്ലേ ഞാൻ. കൈവിടെ പെർമിഷൻ എടുത്ത് കാണിക്കട്ടെ. നീ ആ പെർമിഷൻ എടുത്ത് കാണിച്ചു കൊടുത്തേ. നോക്കട്ടെ. പെർമിഷൻ എവിടെ പോയിരിക്കുന്നു? നീ ഇത് എവിടെ എടുത്ത് വെച്ചിരിക്കുന്നു? പെർമിഷൻ എടുത്ത് കാണിക്കാൻ പറഞ്ഞപ്പോ ദാ സ്കോച്ച് ബുക്ക് എടുത്ത് കാണിക്കുന്നു. പിന്നെയും കുപ്പി എടുക്കുന്നു. പെർമിഷൻ എവിടെ? ഈ ക്ലാസ്സിന്റെ അടി. സാർ സാർ പെർമിഷൻ. ഞാൻ കണ്ണാടി എടുത്തില്ല. ഇംഗ്ലീഷ് ആണെങ്കിൽ എനിക്ക് പറ്റുള്ളൂ. സാർ വായിച്ചാട്ടെ. ഈ വരുന്ന വില്യം ഫ്രെഡറിക്കിനും ജെയിംസ് മാഞ്ചസ്റ്ററിനും നിങ്ങളുടെ ഫോറസ്റ്റ് ഏരിയ കാണാനുള്ള അനുവാദവും അവർക്ക് വേണ്ട ഒത്താശകളും ചെയ്തു കൊടുക്കണം. ആരാ എഴുതിയിരിക്കുന്നത്? പുതുക്കാട് പഞ്ചായത്ത് മെമ്പർ. പഞ്ചായത്ത് മെമ്പർ? വെറും മെമ്പർ അല്ല, എക്സ് മെമ്പർ. കേന്ദ്രമന്ത്രി വന്നിട്ട് ഞങ്ങൾ അകത്തോട്ട് കയറ്റി വിട്ടിട്ടില്ല. പിന്നെ ആ പഞ്ചായത്ത് എക്സ് മെമ്പർ അകത്തോട്ട് പോകണമെങ്കിൽ വേറെ വഴി നോക്ക്. മെമ്പർ അല്ല, അയാളിപ്പോ മെമ്പർ മാത്രമല്ല, ഈ വേൾഡ് വേൾഡിന്റെ ഒക്കെ ഫോറസ്റ്റിന്റെ എല്ലാം കാട്ടാള ഫെഡറേഷൻ. ഇത് കൊണ്ടുപോയി ആ കാട്ടാളന്റെ കൈ കൂടെ അകത്തോട്ട് പോകണമെങ്കിൽ എന്തെങ്കിലും ചെയ്തു നോക്ക്. അപ്പൊ സമ്മതിക്കില്ല അല്ലേ? സാധ്യമല്ല. ശല്യം ചെയ്യാൻ അനിയന്മാർ വന്ന വഴിയെ തിരിച്ചു പോകാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ ചെക്കോസ്ലോവക്യൻ പ്രസിഡന്റിന്റെ വകയായിട്ട് ഒരു പ്രസന്റേഷൻ ഉണ്ട്. എന്നാ എന്റെ പൊന്നനിയായി നേരത്തെ പറയണ്ടായോ? ഗ്ലാസ് എടുത്ത് കുറേ ഗ്ലാസ് നല്ല ഒറിജിനൽ സാധനമാണല്ലേ? അതെ. ഇനി അനിയന്മാർക്ക് എന്താ വേണ്ടത്? ഞങ്ങൾ ഇവിടെ വരെ വന്നത് എന്തിനാണെന്ന് വെച്ചാ, ഞങ്ങൾക്ക് ഈ കൂമൻകൊല്ലി കാടൊക്കെ ഒന്ന് ചുറ്റി കാണണം. എന്താ പേര്? നമ്മുടെ പേരെന്താണ്? പേര് വില്യം ഫ്രെഡറിക്കും ജെയിംസ് മാഞ്ചസ്റ്ററും. വില്യം ഫ്രെഡറിക്കും ജെയിംസ് മാഞ്ചസ്റ്ററും. എന്റെ പൊന്നനിയന്മാരെ, നിങ്ങളോടുള്ള ആത്മാർത്ഥത കൊണ്ടാണ് ഞാൻ നിങ്ങളെ അകത്തോട്ട് വിടൂല എന്ന് പറഞ്ഞത്. ഇതിനു മുമ്പ് അകത്തോട്ട് പോയിട്ടുള്ളവരാരും പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നിട്ടില്ല. വിഷം പുരട്ടിയ അമ്പുമായിട്ട് മലയരയന്മാരിങ്ങനെ കാത്തിരിക്കുക മനുഷ്യമാംസം തിന്നാൻ. ഇതിനു മുമ്പ് 26 പേരെ അകത്തേക്ക് കടത്തിവിടാൻ ഞങ്ങൾ ഈ മുള പൊക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരുത്തനും തിരിച്ചു വരാൻ വേണ്ടി ഇന്നേ വരെ പൊക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങള് വെറുതെ ഇവിടുന്ന് ചുറ്റി കാണുന്നതല്ലാതെ വേറെ ആ കാർ അകത്തോട്ട് പോകില്ല. വേണ്ട, ഞങ്ങൾ ആ കാർ തിരിച്ചു വിടുക. അണ്ണാ, നീ ആ കാർ തിരിച്ചു വിടേ. ഇതോടെ അകത്തോട്ട് വെച്ചോ, പിന്നീട് ആവശ്യം വരും. അപ്പൊ ചേട്ടാ കാണാം. കണ്ടെങ്കി കണ്ടെന്ന് പറയാം. വേഗം മാറി. വാ, ആ ലെഡ്ജർ തിരുത്തിക്കോ. 26ഉം 2ഉം 28 പേര് ചത്തു.
ഇറങ്ങടാ. പോയിട്ട് വരട്ടെ. പോയിട്ട് വരട്ടെ എന്ന് പറയണ്ട, പോട്ടെ എന്ന് പറഞ്ഞാൽ മതി. 26 2 28. ബ്യൂട്ടിഫുൾ ഡേഞ്ചറസ് ഫോറസ്റ്റ്. അണ്ണാ, ആ ചെക്ക് പോസ്റ്റിലെ തടിയൻ ഗാർഡും ഈ ബോട്ടിന്റെ എഞ്ചിൻ ഡ്രൈവറും നമ്മൾ ഇങ്ങോട്ട് പോന്നപ്പോ 28 എന്നൊരു നമ്പർ പറയുന്നതാണ്, ശ്രദ്ധിച്ചോ? എന്തോ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. നമുക്ക് മുന്നേ 26 പേർ ഈ കൂമംകൊല്ലിക്കാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവരാരും തന്നെ തിരിച്ചു പോയിട്ടില്ല. 26ഉം നമ്മൾ രണ്ടുപേരും ചേർന്ന് 28. കറക്റ്റ്. അവരെ കണക്ക് ശരിയാടേ. ചുമ്മാതല്ല, എല്ലാവരും അന്ത്യവകാശം നിന്ന് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. നിനക്ക് എന്താടേ ഇത്ര പേടി? നീ ആദ്യമായിട്ടാണോ കാട്ടി വരുന്നത്? പിന്നല്ലാതെ. അതാ. അപ്പൊ അണ്ണനോ? ഞാനിത് ഫസ്റ്റ് ടൈമാ. അണ്ണാ, എന്താടാ? ആരോ നമ്മളെ പിന്തുടരുന്നുണ്ടെന്ന് തോന്നുന്നു. എടാ, അത് മലയണ്ണാനായിരിക്കും. അനിയൻ കുഞ്ഞെ, വളരെ വിജനമായ വനത്തിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മളെ ആരോ പിന്തുടരുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് തോന്നും. അത് പ്രകൃതി നമുക്കിട്ട് വേല ഇറക്കുന്ന. വാ. അണ്ണാ, ഈ കാട്ടി പാമ്പുണ്ടാവും? പിന്നെ കൂമംകൊല്ലി കാട്ടിലെ പാമ്പിനെ പറ്റി നീ കേട്ടിട്ടില്ലേ? ഇല്ല. കേട്ടിട്ടേ ഇല്ലേ? ഇല്ല. പേടിക്കേണ്ടതായിട്ട് ഒരു പ്രശ്നവും ഇല്ല. എന്താണ്? കൊത്തിയ അപ്പച്ചാവും, പിന്നെ പ്രശ്നമില്ലല്ലോ. നീ വാ. അണ്ണാ, ഒരു മനുഷ്യന്റെ കരച്ചിലല്ലേ കേട്ടത്? എടാ മണ്ടൂസേ, കാട്ടുതത്തകൾ ഇണചേരുമ്പോഴുണ്ടാകുന്ന പ്രേമാദ്രമായ ശബ്ദമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അയ്യോ, അപ്പൊ ഈ കാട്ടാനകൾ ഇണചേരുമ്പോഴോ? വളരെ സൈലന്റ് ആയിരിക്കും. അതെയാ? നീ വാ. ഈ കാട്ടിലോരോ രീതികളെ. ദൈവമേ, ദൈവമേ, നീ എൻ മേലെ വാ. ദൈവമേ, എനിക്കുള്ള ദൈവമേ, ദൈവമേ, മേലെ വാ. നീ എൻ മേലെ വാ. എന്റെ കാട്ടിൽ ഒരു തീര് പിഴ ചെയ്തു. പൊറുക്കണം ദേവനെ. തെറ്റ് ചെയ്തവരുടെ ജീവൻ അങ്ങേക്ക് നൽകി അടിയൻ മാപ്പി ചോദിക്കാൻ പോകുന്നു. മൂപ്പ, മാപ്പാക്കണം മൂപ്പ. അടിയൻ ഈ കാട്ടിന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. അറിയാതെ ചെയ്തു പോയ തെറ്റാണ്. ഇനി ഒരിക്കലും ഞാനിത് ആവർത്തിക്കില്ല. നമ്മൾ ദൈവത്തിൽ നിരക്കാത്ത തെറ്റാണ് ചെയ്തത്. ആ തെറ്റിന്റെ ശിക്ഷ നീ അനുഭവിക്കണം. സർപ്പദംശത്തിനുള്ളതെല്ലാം കൊണ്ടുവരാൻ പറയൂ. പിഴച്ചു പോയവരാരും ഉയരോടെ ഈ കാട്ടിലിരിക്കാൻ അനുവദിക്കുന്നതല്ല. ദേവരെ, അങ്ങയ്ക്ക് വേണ്ടി അടിയനെ ശിക്ഷ നടപ്പാക്കട്ടെയോ? ഇതാ ദേവർ അനുവദിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും ബോധ്യമായല്ലോ. ശിക്ഷ നടപ്പിലാക്കാനുള്ള സമയമായി. ഇവളെ കൊണ്ടുപോയി നമ്മുടെ മുതല കുഞ്ഞുങ്ങൾക്ക് തിന്നാൻ കൊടുക്ക്. അണ്ണാ,
നമുക്ക് എങ്ങനെയെങ്കിലും കാട്ടിൽ നിന്ന് രക്ഷപ്പെടണം. ഒരു നിമിഷം പോലും ഇവിടെ കഴിഞ്ഞു നോക്കത്തില്ല. ഇവരെ കാടന്മാരെന്ന് വിളിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ശരിക്കും കാടത്തല്ലേ കാട്ടണത്. ഇതൊക്കെ ഒരു ത്രില്ലല്ലേടേ? ഓ ത്രില്ല്. അന്നേരം വന്നോ, ഞാൻ പോവാ. അണ്ണാ നീ ഇങ്ങനെ ബഹളം. നിങ്ങളാരെ എന്തിനെ കാട്ടിൽ വന്നു? ആര് പ്രത്യേകിച്ചു? ചൊല്ലേ. ഇങ്ങനെ ഒറ്റയടിക്ക് ചോദിച്ചാൽ വളരെ വിഷമമാണ്. സാവകാശത്തിൽ കണ്ടശ ചോദിച്ചാൽ. നാട്ടിൽ നിന്നും ആരും ഇവിടെ വരാൻ പാടില്ല. ഒരു നിയമം മറികടന്നാൽ ശിക്ഷ ഭയങ്കരമാണ്. ദേവരെ, ഇവർക്ക് എന്ത് ശിക്ഷയാണ് അടിയൻ വിധിക്കേണ്ടത്? ഇവൻ സർപ്പദംശത്താൽ മരിക്കട്ടെ, ഇവൻ മൂഷിക പ്രയോഗത്താൽ മരിക്കട്ടെ. ഒരപേക്ഷ ഉണ്ടായിരുന്നു. ചൊല്ലേ. ഞങ്ങള് മൂപ്പനെ കാണാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വന്നത്. ഞങ്ങൾ അങ്ങേക്ക് തരാൻ വേണ്ടി കുറെ സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സന്മനസ്സോടെ സ്വീകരിക്കണം. എവിടെ? നോക്കി നിൽക്കാൻ എടുത്ത് കൊടു. എന്റെ ബാഗിലുണ്ട്. ഇത് വിസ്കി എന്റെ അച്ഛൻ ചെക്കോസ്ലോവേക്കിന്ന് കൊടുത്തയച്ചാണ്. ഇത് 555 സിഗരറ്റ് ഇവന്റെ അച്ഛൻ ചെക്കോസ്ലോവേക്കിന്ന് കൊടുത്തയച്ചതാണ്. ഇവ നാം സ്വീകരിച്ചിരിക്കുന്നു. സന്തോഷം. ഇവർക്കുള്ള ശിക്ഷ ഉടനെ നടക്കട്ടെ. അപ്പൊ സമ്മാനങ്ങൾ സ്വീകരിച്ചതിന് ശേഷം പിന്നെ ഇതെന്തൊരു തോന്നിവാസം? എനിക്ക് കുറെ കാര്യങ്ങൾ സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ചു വെച്ചതിന് ശേഷം എന്ത് തോന്നിവാസമാണിത്? അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് പറയും. മൂഷിക പ്രയോഗം എന്താണെന്ന് പറ. ഓ, അതാണോ നിന്റെ അവസാനത്തെ ആഗ്രഹം? മൂഷിക വർദ്ധന? അടിയൻ. അയ്യോ, അതല്ല. അവസാനത്തെ ആഗ്രഹം വേറെ ഉണ്ട്. അയ്യോ എലി, അയ്യോ എലി. നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണ്? എന്നെ സർപ്പത്തെ കൊണ്ട് കൊത്തിച്ച് കൊല്ലിക്കരുത്. ശരി, ശിക്ഷ നടപ്പാക്കൂ. എടോ, താൻ എന്റെ അനിയൻ കുഞ്ഞിനെ പാമ്പിനെ കൊണ്ട് കൊത്തിച്ച് കൊന്നോടോ? തന്റെ അമ്മൂമ്മയുടെ ഒരു സർപ്പദംശം തന്നെ ആരോ മൂപ്പനാക്കിയത്? തനിക്ക് വല്ല വിവരം ഉണ്ടോ? താനാരും ജഡ്ജിയോ ആൾക്കാരെ കൊല്ലാൻ വിധിക്കാൻ? തന്നെ ഞാൻ അണ്ണാ നിന്നെ പാമ്പ് കൊത്തിയില്ലേ? കൊത്താൻ സമ്മതിച്ചില്ല. എന്താണിത്? എന്താണ് ഇവര് ചാകാട്ടത്? ചുറ്റുള്ളവരാരും ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. എന്താണിത്?
വെറുതെ വിടാനോ? ദേവരുടെ കരികൂട്ട് ഞാൻ നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു. ഇന്നേക്ക് തന്നെ ഈ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടോളിൻ. ഇല്ലെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം. നീ സാധനങ്ങളെ അനിയൻ കുഞ്ഞെ, നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ? അവനെടുക്കും. അനിയൻ കുഞ്ഞെ, ഈ സർപ്പദംശം വിധിക്കാനുള്ള അധികാരം ഇപ്പൊ ആർക്കാണെന്ന് അറിയാമോ? അറിയാം. ഒരു പെണ്ണിനെ ഒന്ന് നോക്കാനോ തൊടാനോ സമ്മതിക്കില്ല. ഒരു ആപ്പിൾ പോലും തിന്നാൻ സമ്മതിക്കില്ലേ? സമയമായില്ല. സമയമാകുമ്പോൾ കൊച്ചുദേവർക്ക് അറിയാം. അനിയൻ കുഞ്ഞെ, ആരോ ഭക്തജനങ്ങൾ കാണാൻ വന്നിരിക്കുന്നു. പോയി നോക്ക്. തന്നോളൂ. എന്ത് വേണം? കൊച്ചുദേവരെ കാണാൻ വന്നതാ. ആരാ? ഞാനൊരു പത്രപ്രവർത്തകയാ. ഇപ്പൊ വിളിക്കാം കേട്ടാ. ആരോ കാണാൻ വന്ന് നിൽക്കുന്നു. ആരാണ്? ഏതോ പത്രപ്രവർത്തകരാ. പ്രവർത്തകനാണോ പ്രവർത്തകയാണോ? ഒരു പെണ്ണാണ്. ഓ, പെണ്ണാണോ? എങ്കിൽ നാം ദർശനം കൊടുക്കാം. ന്നാ. ഇവളെങ്ങനെ ഇവിടെ വന്നു? ഇവനെങ്ങനെ ഇവിടെ എത്തി? പത്രക്കാരിക്ക് കാട്ടിലെന്ത് കാര്യം? എങ്ങനെ കൊച്ചുദേവരായി? ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. ശരി, നോക്കാം. എന്റെ പരിപാടികളെ പൊളിക്കാൻ വന്നാണോ? ദേവരെ, കൊച്ചുദേവരോട് ഒരു അപേക്ഷയുണ്ട്. എന്താ? കൂമൻകുന്നിയിലെ ആദിവാസികളെ കുറിച്ച് പഠിച്ച് ഒരു ഫീച്ചർ എഴുതാൻ വന്നതാ. കുറച്ചു ദിവസം ഇവിടെ താമസിക്കാൻ സൗകര്യം ചെയ്തു തരണം. ഇവിടെയോ? അങ്ങനെയാണോ? പറഞ്ഞുവിടണം. കുറച്ചാൾ നോക്കിയിട്ട് വിളവാണെങ്കിൽ പറഞ്ഞുവിടാം. ശരി, ഓക്കെ ഓക്കെ. രാമം ദശരഥം വിദ്ധിമാം വിധി ജനകാത്മജാം. വലിയ ദേവർക്ക് നിങ്ങളെ തീരെ പിടിച്ചിട്ടില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം തൽക്കാലം സമ്മതിച്ചിരിക്കുകയാണ്. വേണി മോളെ, മൂപ്പനോട് ചെന്ന് ഇവർക്ക് താമസിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്ത് കൊടുക്കാൻ പറയൂ. ശരി, പറയാം. താങ്ക് യു. നോ മെൻഷൻ. ശരി. ഒറ്റയാനാണല്ലോ. ഇനി ഒറ്റ മാർഗമുള്ളൂ. നിങ്ങളുടെ കൊച്ചുദേവരോട് ചെന്ന് പറ. കൊച്ചുദേവര് വിചാരിച്ച ഒരു കാട്ടാനെ ഓടിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എല്ലാരും വരൂ, വരൂ. പുട്ടന് കണ്ടന് പുള്ളുകിരണ്ടേ കാളിപിരണാത്തി. പുട്ടന് കണ്ടന് പുള്ളുകിരണ്ടേ കാളിപിരണാത്തി. നിങ്ങൾക്ക് ഈ അരമന മുട്ട് പോലത്തെ കളിയില്ലാതെ ഡിസ്കോ ഒന്നും അറിയില്ലേ? ഇതുപോലെ കൊച്ചുദേവരെ കാപ്പാത്തുക. കാട്ടാന വന്ന് അടിയക്കടെ കുടിൽ തകർത്തു. അടിയങ്ങളെ രക്ഷിക്കണേ. കാട്ടാനയോ?
അങ്ങനെ വരാൻ ന്യായമില്ലല്ലോ. ഇവരുടെ കൊച്ചുദേവർക്ക് ഇവിടുത്തെ മനുഷ്യരെയും അവരുടെ കുടിയും രക്ഷിക്കാനുള്ള ചുമതല കൂടിയുണ്ട്. ഉണ്ട് ഉണ്ട്. കൊച്ചുദേവരല്ലാതെ പിന്നെ ആര് രക്ഷിക്കാൻ? ആട്ടെ, നിങ്ങൾ അവിടുന്ന് പോരുമ്പോ ആന അവിടെ ഉണ്ടോ അതോ പോയോ? ഉണ്ട്. ദേവരേ, ദേവരേ, മക്കളെ പരീക്ഷിക്കരുതേ. അപ്പൊ പോവാ അല്ലേ? അതെ. അവിടെ തന്നെ നിൽക്കുന്നു. കഴിഞ്ഞ കുടി ഇവനാണ് നശിപ്പിച്ചത്. ദേവരേ, രക്ഷിക്കണേ, അടിയനെ കാത്തുകൊള്ളണേ. തിരിച്ചു പോടാ കുട്ടാ. പോയി കാണികള്. ഞാനാ പറയുന്നത്. എന്നെ നിനക്ക് ശരിക്കറിയില്ല. ഞാനാണ് പറയുന്നത്. ഓ, പോയി കാണികള്. ഞാൻ ഈ കാട്ടിലെ കൊച്ചുദേവനാണ്. ഞാൻ പറയുന്നത് ഈ കാട്ടിൽ നടക്കൂ. പോ, പോയി കാണികള്. അയ്യോ ദേവരേ, മടിച്ചു നിൽക്കാതെ പോകാൻ. മേലിൽ ഈ ഭാഗത്ത് കണ്ടുപോകരുത്. ദേവരേ, ഈ കൊച്ചുദേവരുടെ കഴിവിൽ ആർക്കെങ്കിലും വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഇതല്ല ഇതിനപ്പുറം ഇവിടെ നടക്കും. ഒന്നുകിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കുക. പരീക്ഷിക്കരുത്, പരീക്ഷിക്കരുത്. മൂപ്പന്മകളെ, വേണി, ഇവിടെ വാ. ഇനി എന്താപത്ത് വന്നാലും കൊച്ചുദേവരായ എന്നെ മനസ്സിൽ ധ്യാനിച്ചാൽ മതി. മനസ്സിലായോ? ഓ, ദേവരേ. നിങ്ങൾ പറഞ്ഞ പോലെയൊന്നും ആന ചെയ്തില്ല. എങ്കിലും പറഞ്ഞ 50 രൂപ കൂടുതലുണ്ട്. ഇനി ഈ പ്രദേശത്ത് കണ്ടുപോരുത്. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. അരപ്പണി ആശാനെ അറിയിപ്പിക്കരുതെന്നാ. നീ വാ. For the health of all the wild elephants in the Kumangali forest, and for the defeat of the journalist and the health of the Arapapan. കൊച്ചുദേവരേ, 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 ആന വീണ്ടും വന്നു. കാട്ടാനെ? കൊച്ചുദേവരെ, നിങ്ങൾക്കെന്താ എത്ര പേടി? സിദ്ധിയുള്ള ആളല്ലേ, ഇപ്പൊ ഓടിച്ചതുമല്ലേ? ദേവരേ, വലിയ ദേവരെ ആനയുടെ രൂപത്തിൽ വന്നിരിക്കുക. അനിയൻ കുഞ്ഞെ, നീ പോയി നോക്കിയാ മതി. വലിയ ദേവർക്ക് ചെറിയ ദേവരോട് പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും പറയാൻ കാണും. അപ്പോ കൊച്ചുദേവർ നേരിട്ട് ചെല്ലുന്നതാണ് നല്ലത്. അപ്പോ പിന്നെ പോകാല്ലേ? നമ്മളവിടെ ചെല്ലുമ്പോ ചിലപ്പോ ആന പോയി കാണുമല്ലേ? എന്നാലും പോവാ.
ആത്മാർത്ഥമായി പറയുകയാണ്. പല സന്ദർഭങ്ങളിലും ഞാൻ അറിയാതെ എന്നെ കാത്തുരക്ഷിച്ച നീ ഇത്തവണ കൂടി എന്നെ രക്ഷിക്കണം. തിരിച്ചു പോടാ. മാനം രക്ഷിക്കാൻ വേണ്ടി എന്റെ ജീവൻ മരണ പോരാട്ടമാണ്. തിരിച്ചു പോടാ കുട്ടാ, തിരിച്ചു പോ. പോടാ, പോയി കാടുകാറ്. പോടാ. നിന്നോട് ഞാനാ പറഞ്ഞത്, പോകാൻ. പോടാ കുട്ടാ. തെളിയിക്കും, തെളിയിക്കും. കൊള്ളത്തിന് ഞാൻ തെളിയിക്കും. കൊച്ചുദേവരെ പരീക്ഷിക്കരുത്. കൊച്ചുദേവരെ പരീക്ഷിച്ചവരാരും തന്നെ ജീവിച്ചിരുന്നിട്ടില്ല. താമസിക്കാനുള്ള സൗകര്യം വന്നപ്പോ എനിക്കിട്ട് പാര വെക്കുന്നു. ദേവരെ പരീക്ഷണം എന്നോട് വേണ്ട. തെളിയിക്കും, തെളിയില്ലെങ്കിൽ തെളിയിക്കും. മഷിയിട്ട് തെളിയിക്കും. മൂപ്പന്നകൾ വേണി. ആന വന്നപ്പോൾ നീ എന്നെ ധ്യാനിച്ചോ? എന്നാൽ നീ ധ്യാനിക്കുന്നതിന് ഇവളെന്നെ ധ്യാനിച്ചു. അനാവശ്യം പറയരുത്, മിണ്ടിപ്പോകരുത്. ഇതുവരെ നിന്റെ ശരീരത്തിൽ കുടികൊണ്ടിരുന്ന എന്റെ ആത്മാവാണ്. ഇപ്പോൾ നീ വെറും ശരീരം. ഞാൻ കൊച്ചുദേവൻ. സക്സസ്, എവരിതിങ് സക്സസ്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഞാൻ ഇവിടെ ഇല്ലെങ്കിലും എന്നെ മനസ്സിൽ ധ്യാനിച്ചാൽ കാട്ടാന പോകുമെന്ന്, ആപത്ത് മാറുമെന്ന്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയവും ഇല്ലേ? മൂപ്പര് സംശയമുണ്ടോ? ഇല്ലേ? ഇല്ല. Stupid is your father. You? എവരെ താങ്ക്സ്. അവര് തന്നേലും 100 രൂപ കൂടുതലുണ്ട്. പൊയ്ക്കോ പൊയ്ക്കോ. മൂപ്പന്റെ ഓർമ്മയിൽ അടുത്ത കാലത്ത് ഇങ്ങനെ ആനശല്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. എന്താ കൊച്ചുദേവരെ? കുടിയിലിപ്പോ ഒരു പുതിയ പെണ്ണ് വന്നില്ലേ? അത് തന്നെ കാരണം. ആണുങ്ങളെ പോലെയല്ല പെണ്ണുങ്ങൾ. ചിലർ കയറിയാൽ ചില സ്ഥലം മുടിഞ്ഞു കുത്തുപാളയെടുക്കും. അതോ? പിന്നെ അവൾ ഒരുത്തിയായതിനെല്ലാത്തിനും കാരണം. ഇന്നലെ ഒരാനേ വന്നുള്ളൂ. അല്ല കൊച്ചുദേവരെ, 2. അത് തന്നെ, ഒരാന 2 പ്രാവശ്യം വന്നു. ഇനി അത് 2 ആന 4 തവണയാവും. നാളെയോ മറ്റന്നാളോ ഒരാഴ്ചക്കുള്ളിൽ കാട്ടാന മുഴുവൻ ഇങ്ങോട്ടിറങ്ങും. മൂപ്പൻ എങ്ങോട്ട് പോവും? ഇവിടെ രക്ഷിക്കേണ്ടത് എന്റെ കൂടി ഒരു ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് തന്നെ മൂപ്പൻ അവളെ പറഞ്ഞു വിട്ടോണം. കൊച്ചുദേവര് പറഞ്ഞിട്ടല്ലേ അടിയൻ ആ തമ്പ്രാറ്റിയെ ഇവിടെ താമസിപ്പിച്ചത്? അതെ, പക്ഷെ അത് വലിയ ദേവര കൽപ്പനയായിരുന്നു. ഏതായാലും ഒരു കാര്യം ചെയ്യാം. ഇന്ന് രാത്രി തന്നെ ഒരു പ്രാർത്ഥനാ യോഗം വിളിച്ചു കൂട്ടണം. യോഗത്തിൽ വെച്ച് വലിയ ദേവരോട് ഞാൻ തന്നെ നേരിട്ട് ചോദിക്കാം. അദ്ദേഹം അരുൾ ചെയ്യുന്നത് പോലെ നമുക്ക് പ്രവർത്തിക്കാം. കൊച്ചുദേവരുടെ ഇഷ്ടം പോലെ. എന്നാ മൂപ്പൻ ചെന്നാട്ടെ. ഓ കുഞ്ഞേ, അവളുടെ ഇവിടുത്തെ പൊറുതി ഇന്നത്തേടം കൊണ്ട് അവസാനിക്കും.
പരാജയത്തിൽ നിന്നും അടിയങ്ങളെ കാപ്പാത്തുങ്കോ. സാർ, ഇത് ജപ്പാനോ ജർമ്മനിയോ? ഇന്ത്യൻ. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒരു പെണ്ണാണ് ഇതിന് കാരണമെന്ന് അടിയന് ബലമായ സംശയം. ഏതാവത് ഒരു മാർഗം ചൊല്ലിത്താങ്കോ. ഞാനെന്താ തമിഴനോ? ബ്ലഡി സ്റ്റുപ്പിഡ്. എന്താടാ നിന്റെ നാവടഞ്ഞോ? ദേവരെ, അധികം പരീക്ഷിക്കരുതേ, എല്ലാം കുഴയുമേ. നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷം മറുപടി പറഞ്ഞാ മതിയേ. വത്സ, എന്താ ദേവരെ? എന്നെ പരീക്ഷിക്കാനാണോ നീ ഒരുങ്ങുന്നത്? നിന്നെ അതിനാണോ ഞാൻ ഈ കാട്ടിലേക്ക് അയച്ചത്? ദേവരെ, അടിയൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അടിയനോട് കോപിക്കുന്നേ? എല്ലാവർക്കും നല്ലത് വരാനേ അടിയൻ പ്രയത്നിച്ചിട്ടുള്ളൂ. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ആദ്യം എന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയനാവുക. വിജയിച്ചാൽ നിനക്ക് കൊച്ചുദേവരായി തുടരാം. അല്ലെങ്കിൽ സ്ഥാനം മൂപ്പന് കൈമാറിയിട്ട് സ്ഥലം വിട്ടോണം. അടിയൻ ഉത്തരവ് പോലെ. ആദ്യം നീ 2 കൈവെള്ളയിലും കർപ്പൂരം കത്തിച്ചു വെച്ച് 201 പ്രാവശ്യം എന്റെ മുന്നിൽ ചുറ്റണം. ദേവരെ, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഒരു 101 നാളികേരം നെറ്റി കൊണ്ട് അടിച്ചുടച്ചാൽ മതി. ദേവരെ, നോ കോംപ്രമൈസ്. മൂപ്പ, ഉടനെ നാളികേരം എത്തിച്ചു കൊടുക്കൂ. മതി. വേണ്ട, മുഴുവനും പൊട്ടിക്കാം. നിലനിൽപ്പിന് വേണ്ടിയുള്ള നിന്റെ ഈ സാഹസത്തിൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു. അനൗൺസ്മെന്റ് ഓവർ. എന്നാലും ഒരു പെണ്ണിനെ കണ്ടപ്പോ നീ അണ്ണാ, അനിയൻ കുഞ്ഞേ, ഈ നാട്ടുതേങ്ങ പോലെയല്ല കാട്ടുതേങ്ങ. ചിരട്ടയ്ക്കൊക്കെ ഭയങ്കര ബലമാ. എന്നാലും എനിക്കൊന്ന് കാണാൻ പറ്റില്ല അണ്ണത്. പോടാ അണ്ണാ, അന്ന് പന്തത്തെ പിടിച്ചെന്റെ കൈ പൊള്ളിച്ചില്ലേ, അന്നേ ഞാൻ മനസ്സിൽ കരുതിയതാ അണ്ണൻ ഇതിലും വലുത് എന്തെങ്കിലും വരുമെന്ന്. അപ്പൊ നീയും കൂടെ ചേർന്നാണോ? അയ്യേ, അങ്ങനെ ഞാൻ ചെയ്യൂ. അവള് വരുന്നുണ്ട്. നമസ്കാരം കൊച്ചുദേവരെ. കൊച്ചുദേവരെ, നല്ല വേദനയുണ്ടോ? നെറ്റി ഒരുപാട് മുറിഞ്ഞോ? അല്ല, കൊച്ചുദേവരുടെ സിദ്ധിയൊക്കെ എവിടെ പോയി? ദൈവത്തിനും വേദനിക്കുമെന്ന് ഇപ്പം മനസ്സിലായി. ഒത്തിരി പേര് വേദനിപ്പിക്കുന്നവർക്ക് വേദന വന്നാൽ അത് കുറെ വൈകും.
ആ സാരമില്ല, തലച്ചോറിന് ഇളക്കം തട്ടിയാലേ കുഴപ്പമുള്ളൂ. അത് തലച്ചോറുള്ളവരുടെ കാര്യമാണ് കേട്ടോ. ഏതായാലും മൂപ്പനെ ചെന്ന് കാണും, വല്ല പച്ചമരുന്നും വെച്ചേരും. തൽക്കാലം എന്റെ നെറ്റി ഇത്തിരി മുറിഞ്ഞു, ഇത്തിരി വേദനിച്ചു. ഇതൊക്കെ അങ്ങ് മാറുവേ. അപ്പൊ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ആ ഞാൻ പോട്ടെ. കൊച്ചുദേവര് മരിച്ചോ ഇല്ലയോന്ന് അറിയാൻ വന്നതാ. അണ്ണാ കലക്കി. അണ്ണനിട്ടൊരു ഉഗ്രം വെപ്പ് വെച്ചിട്ട് അവള് പോയത്. ഓ, ഞാൻ ഇത്രയും കാലം തലകുത്തി നിന്ന് ആലോചിച്ചിട്ട് നടക്കാത്ത കാര്യമാ. ഇവളാണ് അണ്ണാ ശരിയായ ആണ്. അനിയൻ കുഞ്ഞെ, എന്തോ സമീപ ഭാവിയിൽ തന്നെ ഇവളെന്റെ മുമ്പിൽ വന്ന് തല കുനിച്ചു നിൽക്കുന്ന രംഗം തെളിഞ്ഞു വരുന്നടാ.